ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്, യാത്രയിലാണ് കേട്ടോ. കൈസ് തൻ്റെ അടുത്ത് കൈസ് കൊരങ്ങനെ കൊരങ്ങ കൊരങ്ങ ഈജിയുടെ കൊരങ്ങ കൊരങ്ങ കൊരങ്ങ. അപ്പോൾ ചുരം കയറുമ്പോഴുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ആ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കാറൊന്ന് നിർത്തി, എന്നിട്ട് അവിടേക്ക് ഒന്ന് പോയി. വ്യൂ പോയിൻ്റ് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നില്ലേ, താഴോട്ട് ഇങ്ങനെ. അപ്പോൾ അത് അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരികെ പോവാണ്. കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഇവിടുന്ന് പാഴല്ലോ അവിടെ. ഇത് ഞങ്ങൾ ചുരം കയറി എയർപിൻ വളവ് കഴിഞ്ഞപ്പം അപ്പം പിന്നെ ഈവനിങ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ വേണ്ടായിരുന്നു വേണ്ടിയിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി, എന്നിട്ട് കടലിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി. വേണ്ടെന്നില്ല, മധുരം വേണമെന്നില്ല. ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ടെണ്ടടേൻ ടെണ്ടടേൻ ടെടടേൻ ടെണ്ടടേൻ ടെണ്ടടേ ഡഡഡഡേ. ഈവനിങ് ചായക്ക് സ്പെഷ്യൽ കാടമുട്ട ഫ്രൈ ആണ്. അതൊരു സ്പെഷ്യലാണല്ലോ വയനാട്ടിലേക്ക് പോകുമ്പോൾ കാടമുട്ട ഫ്രൈ കഴിക്കൽ. അത് ഞങ്ങൾ എപ്പം പോകുമ്പോഴും അത് വാങ്ങി കഴിക്കും. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കുകയാണ്. ചായ ഹായ്. എന്നിട്ട് എന്താ വിശേഷം? എന്താ കഴിച്ചത്? ചായ. എന്താ വിശേഷം? എങ്ങോട്ടാ പോണേ? അങ്ങനെ ഗൈസ് ഞങ്ങൾ വയനാട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പൂൾ ആൻഡ് വില്ലയാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ വില്ലയുടെ വിശേഷങ്ങളിലേക്കാണ്. നല്ല അടിപൊളി വില്ലയായിരുന്നു, പുതിയതാണ്, ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വില്ലയുടെ ഉള്ളിലുള്ള വ്യൂ ആണ് കേട്ടോ അത്. 2 ബെഡ്റൂം 2 ബാത്റൂം എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ബാത്റൂമൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. നല്ല പുതിയതായതുകൊണ്ട് തന്നെ നല്ല ഭംഗി, നല്ല നീറ്റായിരുന്നു കേട്ടോ കാണാൻ. 2 റൂം, പിന്നെ ഹാള്, പിന്നെ 2 ബാത്റൂം, പിന്നെ കിച്ചണുണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാനും ഫ്രിഡ്ജുണ്ട്. പിന്നെ അത്യാവശ്യം ഫർണിച്ചർ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുള്ള ഒരു വില്ല ആയിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റും ആയിരുന്നു. അപ്പം വില്ലയുടെ രാത്രി വ്യൂ ആണ് ഈ കാണുന്നത്.
കൊടുക്കുള്ളൂ അല്ലേ? നാളെ കിട്ടാൻ മതി. അപ്പോൾ ഗൈസ് അതിരാവിലെ ഒരു മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല തണുപ്പാണ്, നല്ല ഒരു ക്ലൈമറ്റ് കേട്ടോ. നമുക്ക് നല്ല മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ രാവിലത്തെ അതിരാവിലെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. മോർണിംഗിൽ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? നീന്തി കൂടുവനെ. എനിക്ക് പൂളിൽ കുളിക്കണ്ടേ? വാ വാ ആൻറ്റി കുളിപ്പിച്ചു. വാ 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 കുളിക്ക് കുളിക്ക് വാ. പിന്നെ ഗൈസ് ഞങ്ങളെല്ലാവരും പൂളിൽ ഇറങ്ങി കുളിച്ചു. ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ. വില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വില്ല നല്ല അനുഭവമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്.
അങ്ങനെ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടെ ഡിന്നർ വില്ലേന്ന് കഴിക്കുന്നവർക്ക് വില്ലേന്ന് കഴിക്കാം, അല്ലാത്തവർക്ക് അതിന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വെള്ളപ്പവും മുട്ടക്കറി ഉണ്ടായിരുന്നു. പിന്നെ അത് പറ്റാത്തവർക്ക് ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ്. എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു. പുട്ടുണ്ട്, വെള്ളപ്പമുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ തിരികെ പോകാനുള്ള ഒരുക്കത്തിലാണ്. തിരികെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബന്ദിപ്പൂർ പോവാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി. ഞങ്ങൾക്ക് ചെക്കൗട്ടിനുള്ള സമയമായിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇനി സമയം വൈകണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പുറപ്പാടിലാണ്. സമയമാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്നും ചെക്കൗട്ട് ചെയ്തു, തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളിലേക്ക്